എല്ലാവർക്കും സെഞ്ചി SSLCയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ ജനിതകം അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക് ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്ററാണ്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ ഇനി പഠിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ജീൻ എന്ന ടോപ്പിക്കാണ് അല്ലെ. നമുക്കുള്ളത് ജീൻ എന്നുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ ജീൻ എവിടെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, സെല്ലുണ്ടായിരുന്നു. ആ സെല്ലിനകത്ത് എന്തുണ്ടായിരുന്നു, നമുക്ക് ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു. ന്യൂക്ലിയസിന്റെ അകത്ത് എന്തുണ്ട്, നമ്മുടെ ക്രോമസോം ഉണ്ട്. ക്രോമസോമിന്റെ അകത്താണ് DNA ഉള്ളതെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ DNA-നകത്തുള്ള ഒരു ടൈപ്പ് ഓഫ് കോഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ജീൻ എന്താണെന്ന് ഇപ്പൊ മനസ്സിലാക്കി. ഇപ്പൊ ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസ് ആണ്. എന്താണ് നമ്മുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ആണ്. ഓക്കെ, ന്യൂക്ലിയോടൈഡ് ഓഫ് DNA-യുടെ അകത്തുള്ള ന്യൂക്ലിയോടൈഡ് ഉണ്ട്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അഡിനിൻ, ഗ്വാനിൻ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അതിന്റെ എല്ലാം വെച്ച് നമ്മളാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയോടൈഡ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ന്യൂക്ലിയോടൈഡ് ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ ഒരു സീക്വൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതേപോലെ ഒരു സീക്വൻസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം എന്തൊക്കെയാണോ ഉള്ളത്, ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ DNA protein which are synthesized according to the instruction of gene, are responsible for the transformation of characteristics, features and the control of metabolic activities. അപ്പൊ ജീൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്. ഓക്കെ, ന്യൂക്ലിയോടൈഡ് ഇൻ DNA. അപ്പൊ DNA-നകത്തുള്ള ന്യൂക്ലിയോടൈഡിന്റെ ഒരു സീക്വൻസ് ആണ്. അതുപോലെ പ്രോട്ടീൻ വിച്ച് ആർ സിന്തസൈസ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ജീൻ. ഇപ്പൊ ജീനിന്റെ ഇൻസ്ട്രക്ഷൻ വഴിയാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാകുന്നത്. നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ബോഡിനകത്ത്. അതെല്ലാം എന്താണ്, ജീനിന്റെ ഇൻസ്ട്രക്ഷൻ വഴിയാണ് ഉണ്ടാവുന്നത്. ദെൻ അതുപോലെ എന്താണ്, ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ. അപ്പൊ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം ഫോർമേഷന് കാരണം ആരാണ്, നമ്മുടെ ജീനാണ്. അതുപോലെ തന്നെ എന്താണ്, ഫോർ കൺട്രോളിങ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്. നമ്മുടെ ശരീരത്തിനകത്തുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ ഒക്കെ എന്താണ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ജീനാണ്. ഇത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ജീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടും കേട്ടോ. വാട്ട് ഈസ് ജീൻ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ് എഴുതേണ്ടത്, വാട്ട് ഈസ് ജീൻ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം എഴുതി വെക്കുക കേട്ടോ. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്, എന്താണ് നമ്മുടെ അകത്ത് ഒരു ക്രോമസോം ഉണ്ട്. ക്രോമസോമിന്റെ അകത്ത് എന്തുണ്ട്, ജസ്റ്റ് നമ്മുടെ DNA ഉണ്ട്. ആ DNA-യുടെ അകത്താണെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ സീക്വൻസ് എടുത്തു. ആ പർട്ടിക്കുലർ സീക്വൻസിനകത്ത് ഇതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതുണ്ട്, ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അഡിനിൻ, ഗാനിൻ, തൈമിനൊക്കെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു പാറ്റേൺ പോലെ അറേഞ്ച് ചെയ്തേക്കുക അല്ലെ. അതിനാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ജീനായിട്ട്. ഇവിടെ ഒരു ജീൻ ഉണ്ട്, വേറൊരു ജീൻ ഉണ്ട്. നമുക്ക് ജീൻ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ സീക്വൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം എന്താ, ന്യൂക്ലിക് ആസിഡ് RNA ഓൾസോ പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിനകത്താണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുന്നുണ്ട്, ഒരു ക്രിട്ടിക്കൽ റോൾ വഹിക്കുന്ന ഒരാളാണ് RNA. ഓക്കെ, RNA എന്നാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സ്റ്റാൻഡേ ഉണ്ടാവുള്ളൂ, ഒരു സ്റ്റാൻഡ്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് DNA എന്ന് എത്തിക്കോ. സോറി, ഇത് DNA അല്ല, ഇത് RNA. ഇവിടെ നമുക്ക് നേരത്തെ ക്ലാസ് ഇതിന്റെ എന്നിട്ട് നമ്മുടെ ഇവിടെ കണ്ടോ, ഇതൊരു സ്റ്റാൻഡ് അല്ലെ. അപ്പൊ ഇതേപോലെ അതിനകത്ത് പക്ഷെ ഒരു സ്റ്റാൻഡ് ഉണ്ടാവുള്ളൂ. നമ്മളുടെ RNA എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി അവിടെ കാണാറുള്ള ഒരു സ്റ്റാൻഡാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആളായിരിക്കും നമ്മുടെ RNA എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ റൈബോസ് പഞ്ചസാരയാണുള്ളത്, മറ്റൊരിടത്ത് എന്താണ് റൈബോസ് ഷുഗർ ആണുള്ളത്, മറ്റൊരിടത്ത് എന്താണ് ഡീഓക്സി റൈബോസ് ആണ്. നമ്മുടെ DNA-നകത്തുള്ളത് ഡീഓക്സി റൈബോസ്, ഇതിനകത്തുള്ളത് റൈബോസ് ന്യൂക്ലിക്. ഓക്കെ, അപ്പൊ അത് കിട്ടി. നമുക്ക് ജസ്റ്റ് അത്രയും കാര്യം നോക്കി. നമുക്ക് ഞാൻ മലയാളം എടുത്തും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. അപ്പൊ ജീൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ. ഓക്കെ, അതെന്താന്ന് മനസ്സിലായി. ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് എന്താണ് സ്വാഭാവിക സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതിനും മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പം ജീനാണ് ശരിക്കും എല്ലാം ഉണ്ടാക്കുന്നതിന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ സ്വഭാവ സവിശേഷത, അതുപോലെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ എല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ജീനാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ജീനാണ് എന്തുണ്ടാക്കുന്നത്, നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ആ പ്രോട്ടീനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഏകദേശം നമുക്ക് മനസ്സിലായി ജീൻ അത്രയും ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ തന്നെ ക്ലാസ്സിൽ അറിയാം. ഇപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ക്ലാസ് കണ്ടിട്ടുള്ള ഈ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ അറിയാം, എന്താണ് ഞാൻ യെല്ലോ കളറിനകത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. ബ്ലൂ കളറിനകത്ത് ആണ് കൊടുക്കുന്നത് ഡെഫിനേഷൻ ആയിരിക്കും. റെഡ് കളറിനകത്താണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്താണ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഞാൻ ഈ റെഡ് കളറിനകത്തും യെല്ലോ കളറിനകത്തും മോസ്റ്റ്ലി കൊടുക്കുന്നത് ഈ ടൈപ്പ് ഓഫ് രീതിയിൽ ഒരു സ്റ്റാർ മാർക്ക് വെച്ചിട്ടായിരിക്കും കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് ഇച്ചിരി കൂടി മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ആ രീതിയിൽ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളത് നോട്ടീസ് ചെയ്യണം കേട്ടോ, നോട്ടീസ് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ കിട്ടിയല്ലോ, എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിന് RNA എന്ന ന്യൂക്ലിയോ ആസിഡ് എന്താണ് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇത്ര കാര്യം നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് ഇനി RNA-യെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. RNA എന്ന് പറയുന്നത് എന്താണ്, നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു അനദർ ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ്. ഒരു ന്യൂക്ലിക് ആസിഡ് പഠിച്ചിട്ടുണ്ട്, അതാണ് എന്താണ് DNA എന്ന് പറയുന്നത്. DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഡീഓക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. ഓക്കെ, DNA എന്ന് പറഞ്ഞിട്ട്. ഓക്കെ,
അപ്പം അവിടെ എ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ DNA ആസിഡ് എന്നുള്ളത് കാണിക്കുന്നതാണ് എ എന്ന് പറയുന്നത്, RNA-നകത്തും DNA-നകത്തും. അപ്പം ഒരു സിമിലർ ടു DNA ആണ് നമ്മുടെ RNA എന്ന് പറഞ്ഞാൽ, സിമിലർ ടു DNA ആണ്. ഓക്കെ, സിമിലർ ടു DNA ആണ്, DNA പോലൊക്കെ തന്നെയാണ് അത് ഉള്ളത്. പക്ഷെ എന്താണ്, ഈച്ച് ഓഫ് ദ ന്യൂക്ലിയോടൈഡ് കണ്ടെയ്ൻ എ റൈബോസ് ഷുഗർ. ഒരു റൈബോസ് ഷുഗർ ഉണ്ട്. ഒരു ന്യൂക്ലിയോടൈഡ് കാണുന്നത് എന്തൊക്കെയാണ്, ന്യൂക്ലിയോടൈഡിനകത്തുള്ള നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഒരു റൈബോസ് ഉണ്ടാവും, ഒരു റൈബോസ് ആയിട്ടുള്ള ഷുഗർ ഉണ്ടാവും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും, എന്താണ് ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും. ഓക്കെ, എന്തൊക്കെയാണുള്ളത്, ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും. ഓക്കെ, ന്യൂക്ലിയോടൈഡിനകത്ത് എന്തൊക്കെയാണ് കാണുന്നത്, റൈബോസ് ഷുഗർ ഉണ്ടാവും, ഫോസ്ഫേറ്റ് ഉണ്ടായിരിക്കും, പിന്നെ നൈട്രജനിയസ് ആയിട്ടുള്ള ബേസ് ഉണ്ടാവും. ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ RNA-യിൽ കാണുന്നത്. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, എന്താ അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, എന്താ സൈറ്റോസിൻ എന്ന് പറഞ്ഞ ഇതാണുള്ളത്. നമുക്ക് നേരത്തെ പഠിച്ചത് അഡിനിൻ, ഗാനിൻ, തൈമിൻ, എന്താണ് സൈറ്റോസിൻ എന്നാണ് പഠിച്ചത്. അവിടെ തൈമിൻ ഇല്ല, തൈമിനെ മാറ്റിയിട്ട് ഇവിടെ ആരാള് യുറാസിൽ കയറിയപ്പോ ആ യുറാസിൽ കയറിയോണ്ടാണ് എന്തെന്ന് പറയുന്നത്, ഇത് RNA ആയി മാറിയത്. ഓക്കെ, അപ്പൊ RNA-ക്ക് പകരം അവിടെ എന്തുണ്ട്, നമ്മുടെ യുറാസിലിന് പകരമാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, നമ്മുടെ തൈമിനാണെന്നുണ്ടായിരുന്നത് അത് DNA ആയിട്ട്. ഇവിടെ യുറാസിലാണ് ഉള്ളത്, അത് ഓർത്ത് വെച്ചോളെ, യുറാസിലുള്ള കാര്യം ഓർത്ത് വെക്കണം. ഓക്കെ, ദെൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ DNA എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, മോസ്റ്റ്ലി 2 ആണ് കാണുന്നത്. നമ്മുടെ DNA എന്ന് പറഞ്ഞാൽ തന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, അത് ഡിയോക്സി ആണ്, റൈബോസ് ആണ് അവിടെ ഉള്ളത്. ഷുഗർ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഡിയോക്സി റൈബോസ് ആണ്. ദെൻ നൈട്രജൻ ബേസ് ഏതാണ്, നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, നമ്മൾ നേരത്തെ പഠിച്ചതാ അല്ലേ. ദെൻ RNA എന്ന് പറഞ്ഞാൽ എന്താണ്, RNA എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, RNA എന്ന് പറഞ്ഞാൽ 1 സ്റ്റാൻഡേർഡ് ഉണ്ടാവുള്ളൂ, ഒരു സ്റ്റാൻഡേർഡ് ഉള്ളൂ. ഇതുണ്ടോ, ഇവിടെ നോക്കിക്കേ, ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ശരിക്കും RNA. ഇതൊരു ഫോസ്ഫേറ്റ്, ഇത് ഷുഗർ, ഇതെന്താണ് നമ്മുടെ എന്താണ് അഡിനിൻ, ഗാനിൻ എന്നൊക്കെ പറയുന്ന പോലെ ഇതാണ് നമ്മുടെ ന്യൂക്ലിക് ആയിട്ടുള്ള എന്താണ് നമ്മുടെ നൈട്രജൻ ബേസ് ആണ് കേട്ടോ, നൈട്രജൻ ബേസ്. ഓക്കെ, നമ്മളത് പഠിച്ചല്ലോ. ഓക്കെ, അപ്പൊ അതും കിട്ടി. അപ്പൊ അവിടെയുള്ള ഷുഗർ ഏതാണ്, ഈ ഷുഗർ എന്ന് പറയുന്നത് ഇതാണ് ഷുഗർ, S എന്ന് കൊടുത്തേക്കുന്നതാണ് ഷുഗർ. ഈ ഷുഗർ എന്ന് ഇവിടെ പറയുന്നത് എന്താണ്, ഇവിടെ വരുന്നത് എന്തൊക്കെയാന്ന് നോക്കിക്കേ, ഇതും 5 കാർബൺ ആണ്, പക്ഷെ ഇത് എന്താണ് റൈബോസ് ആണ് കേട്ടോ. ഇത് ഡിയോക്സി റൈബോസ് ആണ്, ഇത് എന്താണ് റൈബോസ് ആണ്, അത് ഓർത്ത് വെക്കണം. ഓക്കെ, ദെൻ നൈട്രജൻ ബേസ് ഏതൊക്കെയാണ്, നൈട്രജൻ ബേസ് ഒക്കെ ഏതാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസ്, അത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഈ സെന്റൻസ് ഓർത്ത് വെക്കുക, ഈ ടേബിൾ ആയാലും പഠിച്ചു വെച്ചാൽ മതി. കമ്പാരിസൺ ചോദിക്കാറുണ്ട്, നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് നിങ്ങളോട് ചോദിക്കാറുണ്ട്, എന്താണ് ഡിഫറൻസ് ചോദിക്കും, നിങ്ങൾ ഇതിന് രണ്ടിനും DNA-യുടെയും RNA-യുടെയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ മാർക്ക് മേടിക്കണം. അപ്പം അതിന് ഉത്തരം ശരിയായിട്ട് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അത് ചെയ്യണം കേട്ടോ. ദെൻ നമുക്ക് ഇനി RNA-ലേക്ക് ഇവിടെ നിന്ന് മലയാളം മീഡിയത്തിനും കൂടി ജസ്റ്റ് പറഞ്ഞു എന്താണ്, DNA പോലെ തന്നെ മറ്റൊരു ന്യൂക്ലിക് ആസിഡ് ആണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ RNA. ഇവയുടെ ന്യൂക്ലിയോടൈഡുകളാണ് ഇവരും നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന അഡിനിൻ, ഗ്വാനിനും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ന്യൂക്ലിയോടൈഡിനകത്തും എന്തുണ്ട്, ഒരു റൈബോസ് പഞ്ചസാര ഉണ്ട് അല്ലെ, ഒരു റൈബോസ് പഞ്ചസാര ഉണ്ട്, എന്താണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, എന്താണ് ഒരു നൈട്രജൻ ബേസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പൊ നൈട്രജൻ ബേസ് എന്തും ആവാം, ഈ 4 ആവാം, ഇതിനകത്തുള്ള 4 വേണമെങ്കിലും ആവാം, ഇതിനകത്ത് നമ്മുടെ DNA-നകത്ത് RNA-നകത്ത്. പക്ഷെ DNA-നകത്താണെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, തൈമിനുണ്ട്, യുറാസിലാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് RNA-നകത്തുമാണ്. ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം, അത് മസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ, ദെൻ പിന്നെയാണ് ഇവിടെ പറയുന്നത് എന്താണ്, നൈട്രജൻ ബേസ് ഉണ്ട്, നിങ്ങൾക്ക് അടങ്ങിയിരിക്കുന്നുണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, പഞ്ചസാരയുണ്ട്. ഓക്കെ, ദെൻ അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ എന്നിവയാണ് RNA-യിലെ നൈട്രജൻ ബേസുകൾ. ഓക്കെ, RNA-യിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്, അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. ഓക്കെ, ഇപ്പം മിക്ക RNA-യും എന്താണ് ഒരു ഇഴയാണ്. ഓക്കെ, അപ്പൊ എല്ലാം നമ്മൾ പറയുമ്പോൾ എന്താണ് പറയുന്നത്, ഒരു ഹാവ് എ സിംഗിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ചിലപ്പോൾ ചിലതിനൊക്കെ ചിലപ്പോൾ 2 ഒക്കെ കാണാറുണ്ട്. എന്നാലും നിങ്ങളെല്ലാം ഏകദേശം പഠിക്കും മോസ്റ്റ്ലി എന്നുള്ള രീതിയിൽ പഠിക്കും. മോസ്റ്റ്ലി എന്താണ്, ഒരു സ്റ്റാൻഡാന്ന് പഠിച്ചാൽ മതി, മോസ്റ്റ്ലി 1. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ തന്നെ പഠിച്ച പോലെ ഡിയോക്സി റൈബോസ് ആണ്, പിന്നെ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, അതാണ് ഇവിടെ കാണുന്ന നൈട്രജൻ ബേസുകൾ. പഞ്ചസാരയുടെ പേരാണ് ഡിയോക്സി റൈബോസ്. ഇഴകളാണെന്നുണ്ടെങ്കിൽ 2 സ്റ്റാൻഡ് എന്ന് പറഞ്ഞതാണ് കേട്ടോ, ഞാൻ പറഞ്ഞ ഇഴകള്. ഓക്കെ, ദെൻ അടുത്ത 1 ആണ് ഇവിടെ RNA-നകത്ത്, റൈബോസ് ആണ് അവിടുത്തെ പഞ്ചസാര. ദെൻ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിലാണ് ഇവിടെ ഉള്ളത്, എവിടെ നമ്മുടെ നൈട്രജൻ ബേസ് ആയിട്ട് RNA-യിലുള്ളത്. ഓക്കെ, അതും നമ്മൾ പഠിച്ചു. ഓക്കെ, ദെൻ RNA ഘടനയാണ്, ഇതെന്താ ഫോസ്ഫേറ്റ്, ഇതെന്താണ് ഷുഗർ, ഇതും 5 കാർബൺ ആണ്, 5 കാർബൺ ആണ് ഇതിനകത്തുള്ളത്. ഇതാണ് നമ്മുടെ നൈട്രജൻ ആയിട്ടുള്ള ബേസസ്. ഓക്കെ, സമയം കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ പ്രോട്ടീന്റെ നിർമ്മാണം എന്ന് പഠിക്കാം. ഓക്കെ, പ്രോട്ടീന്റെ നിർമ്മാണം ഇത്രയേ ഉള്ളൂ. ഇതിനകത്താണെന്നുണ്ട് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതും ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ 2 പ്രോസസ്സാണ് ഉള്ളത്. ഓക്കെ, എന്താണ് ട്രാൻസ്ക്രിപ്ഷനും ഉണ്ട്, അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേഷനും ഉണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം അല്ലെ. How you understand that the protein are synthesized as a result of action of gene. Okay,
പ്രിപ്പയർ എന്ന നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് പറഞ്ഞിട്ട് വേരിയസ് സ്റ്റേജസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ഇത് നമ്മൾ ഇലസ്ട്രേഷൻസ് ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ ഇത് വെച്ച് നമുക്ക് നോട്ട് ഉണ്ടാക്കാം. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് mRNA ഈസ് ഫോംഡ് ഫ്രം ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? mRNA ഈസ് ഫോംഡ് ഫ്രം എ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ജീൻ. ഓക്കെ, in DNA with the help of various enzymes. The mRNA contain messenger from protein synthesis. Okay, messages for എന്താണ്? പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, മെസ്സഞ്ചർ ആണ് മെസ്സേജ്. ഓക്കെ, ദെൻ അടുത്തതിൽ തന്നെ എന്താണ്? ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tRNA ട്രാൻസ്ഫർ ചെയ്യുന്ന RNA ക്യാരി, അതാണ് tRNA എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ആണ്. mRNA എന്ന് വെച്ചാൽ മെസ്സഞ്ചർ RNA. ഓക്കെ, ക്യാരി എന്താണ്? സ്പെസിഫിക് അമിനോ ആസിഡ് ടു റൈബോസ്, എന്താണ്? ബേസ്ഡ് ഓൺ ഷുഗർ. അപ്പൊ നമുക്ക് കാണുന്നുണ്ട് ബേസ്ഡ് ഓൺ മെസ്സേജ്. ഓക്കെ, നമ്മുടെ പറഞ്ഞ എന്തോ മാറിപ്പോയിട്ടുണ്ട്, അതിന് ഷുഗറിന് എന്തോ കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഞാനത് ജസ്റ്റ് എന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ, സോറി. ഓക്കെ, ദെൻ tRNA എന്താണ്? ട്രാൻസ്ഫർ RNA ആണ്. ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ് ടു ദ റൈബോസ് ബേസ്ഡ് ഓൺ എന്താ? മെസ്സേജ് ഇൻ ദ mRNA തന്നെ മെസ്സേജ് ഉള്ളത്. ഓക്കെ, അതിനകത്ത് ബേസ് ചെയ്തിട്ടാണ് റൈബോസോമിലേക്ക് എന്ത് കൊടുക്കുന്നത്? അമിനോ ആസിഡിനെ എത്തിക്കും. ഓക്കെ, നമ്മുടെ ട്രാൻസ്ഫർ ചെയ്യുന്ന RNA. ഓക്കെ, ദെൻ എന്താണ്? റീച്ച് റൈബോസോം ഫ്രം ന്യൂക്ലിയസിന്. ദെൻ RNA എന്താണ്? rRNA എന്ന് പറയും, അതാണ് റൈബോസോമൽ RNA വിച്ച് ആർ ദ പാർട്ട് ഓഫ് റൈബോസോം കമ്പൈൻ അമിനോ ആസിഡ് ടു മേക്ക് പ്രോട്ടീൻ. ഓക്കെ, ഇത്രയും കാര്യമാണേ ഉള്ളൂ. ഇപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് ഇമേജ് വെച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇത് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ അവിടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞ എന്താണ്? നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ നമുക്ക് ലിപി ഉണ്ടാവും. ഓക്കെ, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് എന്നാണ് അർത്ഥം. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. മതി നമ്മൾ നീ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് എന്നാണ് അർത്ഥം. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ്, റൈറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് അത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ സ്ക്രിപ്റ്റ് ആണ് റൈറ്റ്. അപ്പം എന്തോ ഇവിടെ റൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കാര്യം ചെയ്യുന്നുണ്ട്, റൈറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ. ഓക്കെ, ഇപ്പൊ mRNA എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ DNA ഉണ്ടല്ലോ. അപ്പൊ ഈ DNAയുടെ അകത്ത് തന്നെ ഇത് ഈ സ്റ്റാൻഡ് നമ്മുടെ DNA ഇതാന്ന് കരുതിക്കും. നമ്മുടെ DNA ഇതാണ്. ഞാൻ DNA എന്ന് എഴുതിക്കോ. ഇത് ഞാൻ ഇങ്ങനെ ഇതായിട്ട് വരയ്ക്കുവാണ്. ഞാൻ മറ്റേ രീതിയിൽ വരയ്ക്കുന്നില്ല, ഈ ടൈപ്പ് രീതിയിലാണ് വരയ്ക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ DNA. ഇതാണ് നമ്മുടെ DNA കേട്ടോ. അപ്പൊ ഈ DNAനകത്ത് നമ്മുടെ mRNA എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം, ഇത്രയും ഭാഗത്തെ എന്താണ്? ഇതിന്റെ ഒരു കോപ്പി ഉണ്ടാക്കും. ഇതിന്റെ ഒരു കോപ്പി ഇങ്ങനെ ഉണ്ടാക്കി ഈ രീതിയിൽ RNA ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഇവിടെ തൈമിനാണെന്നുണ്ടെങ്കിൽ തൈമിന് പകരം എന്താണ്? യുറാസിലാണ് ചേർക്കുന്നതെന്ന് ഓർത്തോണം. തൈമിനാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ DNAനകത്ത് തൈമിനായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണ്? ഇവിടെ വരേണ്ട തൈമിനാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്, എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് അഡിനിൻ എന്താണ്? തൈമിൻ എന്താണ്? ഗ്വാനിൻ സൈറ്റോസിൻ ആ ടൈപ്പിൽ ഇത് നമുക്ക് TA. ഇതാണ് നമ്മുടെ നമ്മുടെ DNA എന്ന് പറഞ്ഞു. DNAയുടെ സ്റ്റാർട്ട് എന്ന് എഴുതിക്കോ. ഇതാണ് നമ്മുടെ DNA. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താണ്? ഇതിന്റെ ഒരു കോപ്പി ഉണ്ടാക്കും. നമ്മുടെ RNA. ഇതെന്നതാ? ഈ ടോട്ടൽ സാധനം എന്താ? ഇതെന്താണ്? ഇത് DNA ആണ്. RNA എന്ത് ചെയ്യും? ഇതിന്റെ ഒരു കോപ്പി ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെ ഈ കോപ്പി ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ നോക്കിക്കേ, RNA എന്താണ്? ഒരു കോപ്പി ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? ഇതെങ്ങനെയാ നോക്കാം. ഇത് നമുക്ക് ഇനി നോക്കാം. ഇവിടെ നമുക്ക് അഡിനിനെ കൊടുത്താണ്. അപ്പൊ അഡിനിന്റെ അടുത്ത് വരുന്നത് അഡിനിന്റെ ഇതിന്റെ ബേസ് അതാണ് നമുക്ക് കോപ്പി ഉണ്ടാക്കുന്നത് നിർത്തിക്കോ. കോപ്പി ഉണ്ടാക്കുന്നത് അപ്പൊ A ആണ് കൊടുക്കുന്നത്. Aന്റെ അടുത്ത് കിടക്കുന്നത് ഏതായിരിക്കും? A ആണെന്നുണ്ടെങ്കിൽ Aന് പിന്നെ ഉള്ളത് തൈമിൻ RNAനകത്തുണ്ടോ? ഇല്ല. അപ്പൊ യുറാസിലാണ് അവിടെ ഉള്ളത്. അഡിനിൻ എന്താണ് ഉള്ളത്? അഡിനിന്റെ പകരം എന്താണ് അവിടെ ഉള്ളത്? നമുക്ക് യുറാസില. കാരണം അഡിനിൻ തൈമിനാ, അപ്പൊ യുറാസില. പിന്നെ അടുത്ത് എന്താണ്? നമുക്ക് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഗ്വാനിനാണ്, അതിന് സൈറ്റോസിൻ ആണുള്ളത്. അപ്പം എന്താണ്? സൈറ്റോസിൻ വന്നു. ദെൻ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് വേണ്ടത്? നമുക്ക് ഗ്വാനിനാണ്. പിന്നെ നമുക്ക് വന്നത് എന്താണ്? തൈമിനാണെന്നുണ്ടെങ്കിൽ അതിന് വരെ എന്താണ് നമുക്കുള്ളത്? അഡിനിനാണ് വരും. അപ്പൊ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ RNA. ഇതാണ് മെസ്സഞ്ചർ RNA. ഓക്കെ, RNA നമ്മുടെ മെസ്സഞ്ചർ RNA ഇങ്ങനെ ആയിരിക്കും, ഇതേ രീതിയിലായിരിക്കും കോഡ് ചെയ്ത് തന്നെ. സമയം കിട്ടിയല്ലോ. അപ്പൊ ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യും. നമ്മുടെ DNAനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് ഇവിടുന്ന് ഒരു ഇൻഫോർമേഷൻ ഉണ്ടാക്കും. ആ ഇൻഫോർമേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ റൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ. ആ സ്ക്രിപ്റ്റ് അങ്ങ് എടുക്കുക. നമ്മുടെ RNAനകത്ത് ഒരു സ്ക്രിപ്റ്റ് ആണല്ലോ നമ്മുടെ ഈ നൈട്രജൻ ബേസ് വെച്ച് ഉണ്ടാക്കുന്നത്. ആ സ്ക്രിപ്റ്റ് അങ്ങ് എടുക്കുകയാണ് RNA, നമ്മുടെ മെസ്സഞ്ചർ RNA. അതിൽ നിന്നൊരു കോഡ് ഉണ്ടാക്കും. ഓക്കെ, ആ കോഡാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത് കോഡ്. ഓക്കെ, അപ്പൊ ആ കോഡ് എങ്ങോട്ട് പോകും? ആ കോഡാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത്. ആ കോഡ് എന്തിലേക്ക് പോകും? റൈബോസോമിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ രീതിയിൽ പോകും. ഇപ്പൊ നമ്മൾ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുവാണ്, ന്യൂക്ലിയസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ ആ രീതിയിലുള്ള ഇതിനാണ് പറയുന്നത് എന്താ? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. മെസ്സഞ്ചർ RNA മെസ്സഞ്ചർ RNA എന്താണ്? ഫോം ഫ്രം എ എന്താണ്? സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഇൻ ജീൻ.
ഇൻ ദ DNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേരിയസ് എൻസൈം. പല പല എൻസൈംസിന്റെ സഹായത്തോടെ ഇതുണ്ടാവുന്നത്. ഓക്കെ, ഇതിനാണ് എന്തെന്ന് പറഞ്ഞത്, ഇതാണ് മെസ്സേജ് കാണുന്നത്, മെസ്സേജ് ഉള്ളത്. ഈ mRNA-നകത്താണ് എന്ത് ചെയ്യുന്നത്, മെസ്സേജസ് ഉള്ളത്. എന്തുള്ളത്, മെസ്സേജസ് ഉള്ളത്. ഓക്കെ, മെസ്സേജ് എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമ്മൾ കണ്ട റൈറ്റ് ചെയ്ത് കണ്ടില്ലായിരുന്നോ, ഇതാണ് ഇതിനകത്തുള്ള മെസ്സേജ്. ഓക്കെ, ഇതാണ് മെസ്സേജ്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യം കിട്ടിയില്ലേ, ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് കിട്ടിയില്ലേ. ഇനി എന്നാ പറഞ്ഞേ, നമ്മളോട് പറഞ്ഞ tRNA ക്യാരി ചെയ്യും എന്താണ്, നമ്മുടെ അമിനോ ആസിഡ് ക്യാരി ചെയ്യും ഇങ്ങോട്ടേക്ക്, റൈബോസോമിലേക്ക്, ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ മെസ്സേജസ് ഇൻ ദ mRNA. അപ്പൊ ഇനി ഇങ്ങോട്ട് പോകുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ മെസ്സഞ്ചർ RNA ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മുടെ റൈബോസോമിലേക്കൊക്കെ പോകുമ്പോഴേക്ക് നമ്മൾ TRNA കാണാം. TRനോട് ചോദിക്കും, എനിക്ക് ഇച്ചിരി അമിനോ ആസിഡ് വേണം കേട്ടോ, അമിനോ ആസിഡ് വേണം, എനിക്ക് ഇച്ചിരി പ്രോട്ടീൻ ഉണ്ടാക്കാനാ, അപ്പൊ അമിനോ ആസിഡ് വേണം, അപ്പം നീ കൊണ്ടുതരില്ലേ ട്രാൻസ്ഫർ RNA എന്ന് ചോദിക്കും. അപ്പം ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണ്, നമ്മൾ ട്രാൻസ്പോർട്ടിന് ചെയ്യുന്ന ആളാണ് നമ്മുടെ TRNA. അപ്പൊ TRNയോട് ചോദിക്കും, എനിക്ക് ഇച്ചിരി അമിനോ ആസിഡ് വേണം, അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ എനിക്ക് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഞാൻ റൈബോസോമിലേക്ക് പോവാണ്, അവിടെ എനിക്ക് പറയണം, എനിക്ക് ഇത് ഉണ്ടാക്കണമുണ്ട്, അപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ mRNA പറയും. അപ്പൊ mRNA പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, TRNA പോയിട്ട് നമ്മൾ TRNA ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനായിട്ടുള്ള എന്തുണ്ടാക്കും, ഇൻഫോർമേഷൻ ആയിട്ട് കളക്ട് ചെയ്ത് നമ്മുടെ മെസ്സഞ്ചർ RNA-നകത്ത് നിന്ന് ഇൻഫോർമേഷൻ എല്ലാം കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ആവശ്യമുള്ള അമിനോ ആസിഡ് ഉണ്ടാക്കും. ഈ അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന കുക്കിംഗ് സ്ഥലമാണ് നമ്മുടെ ഇവിടെ റൈബോസോം. അപ്പൊ റൈബോസോമിലേക്ക് വന്നിട്ട് ഇവര് വന്നിട്ട് എന്ത് ചെയ്യും, ഇത് ആർക്ക് കൊടുക്കും, നമുക്ക് കുക്ക് ചെയ്യാനാണെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് പാചകമൊക്കെ ചെയ്യാനുള്ള ആൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ, ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ പാചകം ചെയ്യുന്ന ആളാരാണ്, നമ്മുടെ റൈബോസോമലാದ അകത്തുള്ള RNA ആണ്. RNA എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈബോസോമൽ RNA. അവര് ഭയങ്കര ഷെഫാ. അപ്പൊ അവരെന്തുണ്ടാക്കും, പ്രോട്ടീൻ ഉണ്ടാക്കും. അതിനാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര സംഭവം കിട്ടിയല്ലോ. അപ്പൊ TRNA ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ് ടു റൈബോസോം ഓൺ ദ ബേസിസ് ഓഫ് മെസ്സേജ് ഇൻ ദ mRNA. ഓക്കെ, ദാറ്റ് ഹാസ് റീച്ച് ദ റൈബോസോം ഫ്രം ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിന്നാണ് റൈബോസോമിലേക്ക് തന്നെ. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RNA, റൈബോസോമൽ RNA വിച്ച് ആർ ദ പാർട്ട് ഓഫ് റൈബോസോമിന്റെ പാർട്ടാണ് കമ്പൈൻ അമിനോ ആസിഡ് ടു മീ പ്രോട്ടീൻ. അപ്പം ഇവിടെ നിന്ന് കിട്ടിയത് നമ്മുടെ TRNA കൊണ്ടുവന്ന പ്രോട്ടീൻ അമിനോ ആസിഡ് ആരുണ്ടാക്കും, നമ്മുടെ RNA പ്രോട്ടീൻ ആക്കി മാറ്റും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് കണ്ടോ, ഇതൊക്കെയാണ് അമിനോ ആസിഡ്. അതൊക്കെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ റൈബോസോമിലുള്ള RNA എന്ത് ചെയ്യും, അതിന് പ്രോട്ടീൻ ആക്കും. ഓക്കെ, സംഭവം കിട്ടിയല്ലോ. അപ്പൊ ഇതിനകത്തുള്ള 2 സ്റ്റേജസ് ഏതൊക്കെയാണ്, പ്രോട്ടീൻ സിന്തസിസിനകത്തുള്ള 2 സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ, അതുപോലെ ട്രാൻസ്ലേഷൻ. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ടേക്ക് പ്ലേസ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് ഉണ്ടാകുന്ന പ്രോസസ് ഏതൊക്കെയാണ്, ന്യൂക്ലിയസിനകത്ത് ഉണ്ടാകുന്ന പ്രോസസ് ഏതാണ്, ഇതാണ് ന്യൂക്ലിയസിനകത്ത് ഉണ്ടാകുന്ന പ്രോസസ്. കാരണം ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എവിടെയാണ്, ന്യൂക്ലിയസിനകത്താണ്. ദെൻ അടുത്തതാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം. ഇതാണ് നമ്മുടെ ഇത് ന്യൂക്ലിയസ് ആണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള ഈ ഭാഗത്തെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സൈറ്റോപ്ലാസം നടക്കുന്നതാണ് ബാക്കിയുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിത് നമ്മൾ ഗ്രൂപ്പിനകത്ത് ഇടും. അപ്പം ഗ്രൂപ്പിനകത്ത് ഇടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ്. ഈ പ്രോട്ടീൻ സിന്തസിസ് എന്തായാലും നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ചോദിക്കും. അപ്പം ഞാൻ 2 സ്റ്റാർ ഇട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കും, നിങ്ങൾക്ക് എക്സാമിന് ഫൈനൽ എക്സാമിനും ഒക്കെ ചോദിക്കുന്ന സാധനമാണ് എന്താ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, ചോദിക്കും. ഓക്കെ, ദെൻ ഈ ഭാഗമായിട്ടൊക്കെ ബന്ധപ്പെട്ട സാധനം കേട്ടോ. mRNA എന്താണ്, TRNA, ഇതെല്ലാം ഈ പ്രോട്ടീൻ സിന്തസിസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഈ mRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പറയുന്നത് മെസ്സഞ്ചർ RNA ആണ്. അത് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് mRNA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതി വെച്ചാൽ മതി. ക്യാരി ദ എന്താണ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം ദ DNA ഇൻ ദ ന്യൂക്ലിയസ് ടു ദ റൈബോസോം ഇൻ ദ സൈറ്റോപ്ലാസം ഇൻ ദ ഫോം ഓഫ് കോഡൺ, അല്ലെങ്കിൽ കോഡ്സ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ നമുക്കൊരു കോഡ്സ് ആയിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് കോഡോൺസ് എന്ന് പറയുന്ന ഇതായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കോഡില്ലേ, ഇതാണ് കോഡോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട് കോഡ് മെസ്സേജസ് ആയിട്ട്. നമ്മൾ മെസ്സേജ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, മെസ്സേജസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 2 ഫോം എന്താണ് ഇവിടെ പറഞ്ഞ സൈറ്റോപ്ലാസം ഇൻ ദ ഫോം ഓഫ് കോഡോൺ അല്ലെങ്കിൽ മെസ്സേജ് എന്ന് ഓർത്ത് വെച്ചാലും മതി. ഓക്കെ, അപ്പം മെസ്സേജ് എന്ന് ഓർത്ത് വെക്കുക. ആ മെസ്സേജസിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളായിട്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്, നമ്മുടെ mRNA ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ ന്യൂക്ലിയസിൽ നിന്ന് ആ പിടിച്ച് എങ്ങോട്ട് പോകുന്നത്, റൈബോസോമിലേക്ക്. ഇത്ര കാര്യമാണ് അവിടെ വരുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചോദിച്ചാൽ മതി. ദെൻ എന്താണ് ട്രാൻസ്പോർട്ട്. അപ്പൊ ഇതിന്റെയൊക്കെ യൂസ് എന്താ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് RNA അത് ഏതൊക്കെയാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് രീതിയിലാണ് നിങ്ങൾ എഴുതുന്നത്. ഇപ്പൊ TRNA എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്പോർട്ട് ചെയ്യും എന്ത് സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ഫ്രം ദ സൈറ്റോപ്ലാസം ടു ദ റൈബോസോം. സൈറ്റോപ്ലാസത്തിൽ നിന്ന് റൈബോസോമിലേക്ക് എന്തിനെ കൊണ്ടുപോകും, എന്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യും, നമ്മുടെ അമിനോ ആസിഡിനെ എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്യും അക്കോർഡിംഗ് ടു ദ കോഡ്സ് അല്ലെങ്കിൽ കോഡോൺസ്. കോഡ്സ് എന്ന് ഉദ്ദേശിച്ചാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് എന്ന് നോക്കിയാൽ ആരുടെ mRNA ഉള്ള മെസ്സേജ്. ഓക്കെ, ദെൻ അടുത്ത എന്താണ് RNA ആണ്. RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ പ്രൈമറി കമ്പോണന്റ് ഓഫ് ദ റൈബോസോം ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ്
ബോണ്ട് ബിറ്റ്വീൻ അമിനോ ആസിഡ്. അപ്പൊ എന്താണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട, പ്രോട്ടീൻ സിന്തസിസിനെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ ദേ മേക്ക് പ്രോട്ടീൻ എന്ന് ഓർത്താലും മതി. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പം RRNA എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാന്ന് പഠിച്ചു, mRNA എന്താ, tRNA എന്താന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത് ഈ ഫസ്റ്റത്തെ സെക്കൻഡിന്റെ ആൻസർ തന്നെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അതും ഈ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് പഠിക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് രണ്ടും പഠിക്കാനാണ് കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇവിടെ വരുന്നത്. ദെൻ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് നോക്കാം. ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പ്രോട്ടീൻ വിച്ച് ആർ സിന്തസൈസ് അക്കോർഡിംഗ് ടു ദ എന്താണ് ഡയറക്ഷൻ ഓഫ് ജീൻ ഇൻഫ്ലുവൻസിംഗ് ദ ക്യാരക്ടർ ഫീച്ചർ ഓഫ് ഓർഗാനിസം, ഒബ്സർവ് ദിസ് പിക്ചർ ബിറ്റ്വീൻ. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അടിയിലാണ് ഇത് പിക്ചർ. അതിന് മുമ്പ് നമുക്ക് ഇങ്ങോട്ട് പോവാം, മലയാളം മീഡിയത്തിന്റെ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പൊ എന്താണ് നമുക്കും ട്രാൻസ്ക്രിപ്ഷൻ തന്നെയാണ് പറഞ്ഞത്. ഞാൻ എന്താ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ് എന്നുള്ള ഓർത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ എന്താണ് ഇവിടെ നമുക്ക് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ mRNA എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത സംഭവം നമ്മുടെ DNA എന്ത് ഒരു കോഡ് ഉണ്ടാക്കി എടുക്കും. ഓക്കെ, അതെങ്ങനെയൊന്നും കാണിച്ചെന്നില്ലായിരുന്നു, അത് അതേപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ കോഡ് ഉണ്ടാക്കും, എന്നിട്ട് ഇങ്ങോട്ടോ നമ്മുടെ ഇതിലൂടെ ഇങ്ങനെ പോയി റൈബോസോം, ഇത് റൈബോസോമാണ്. ഇപ്പൊ റൈബോസോമിൽ എത്തും. ആ റൈബോസോമിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും, നമ്മുടെ TRനോട് പറയും എനിക്ക് ഇച്ചിരി അമിനോ ആസിഡ് വേണം, എനിക്കാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാക്കണം. ഓക്കെ, പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഷെഫായിട്ടുള്ള ആളുണ്ട്, ഷെഫിന്റെ പേരാണ് എന്താ RRNA ആണ് നമ്മുടെ ഷെഫ്. ഇപ്പൊ TRNA അമിനോ ആസിഡ് ഒക്കെ മേടിച്ചോണ്ട് വരും. ഓക്കെ, എവിടെ നിന്ന് മേടിച്ചോണ്ട് വരും, സൈറ്റോപ്ലാസത്തിൽ നിന്ന് മേടിച്ചോണ്ട് വരും. ഇപ്പൊ സൈറ്റോപ്ലാസത്തിൽ നിന്ന് മേടിച്ചോണ്ട് വന്നിട്ട് ആരെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കും, നമ്മുടെ ഷെഫായിട്ടുള്ള RRNA കൊണ്ട് ഉണ്ടാക്കിയിരിക്കും, അവിടെ വെച്ച് റൈബോസോമിൽ വെച്ച്. ഓക്കെ, റൈബോസോമിൽ വെച്ച്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, DNA ഒരു എന്താണ് നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ, അതെന്ന് പറഞ്ഞ ജീനാണ്, ആ ജീനിൽ നിന്ന് എന്താണ് വിവിധ എൻസൈമുകളുടെ സഹായത്തിൽ mRNA രൂപപ്പെടുന്നു. mRNAയിൽ എന്താണ് mRNAയിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളുള്ളൂ. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൽ നിന്ന് റൈബോസോമിലെത്തിയ mRNAയിലെ സന്ദേശം അനുസരിച്ച് tRNAകൾ എന്താണ് നിശ്ചിത അമിനോ ആസിഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, റൈബോസോമിലേക്ക് എത്തിക്കുന്നു. ദെൻ റൈബോസോമിന്റെ ഭാഗമായിട്ടുള്ള RRNA എന്ത് ചെയ്യുന്നുണ്ട്, RRNA എന്ന് വെച്ചാൽ റൈബോസോമൽ RNA യുടെ പ്രവർത്തനത്താൽ എന്താണ് അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് എന്താക്കുന്നുണ്ട്, പ്രോട്ടീൻ ആക്കി ഉണ്ടാക്കും, പ്രോട്ടീൻ നിർമ്മിക്കുന്നു. ഇത്രയാണേ ഉള്ളൂ. ദെൻ ഫസ്റ്റത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 ട്രാൻസ്ക്രിപ്ഷനും അതുപോലെ ട്രാൻസ്ലേഷൻ എന്നുള്ള ഹെഡിങ് മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൽ നടക്കുന്ന പ്രവർത്തനം ഇതാണ് അല്ലെ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസിൽ നടക്കുന്ന പ്രവർത്തനം, അതാണ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ ആണ് നമ്മുടെ ന്യൂക്ലിയസിൽ നടക്കുന്ന പ്രവർത്തനം. അവിടെ എന്താണ് mRNAയുടെ രൂപീകരണം അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് mRNA. ദെൻ അടുത്ത കോശദ്രവ്യത്തിൽ നടക്കുന്നത് എന്താണ്, നമ്മുടെ TRNA അമിനോ ആസിഡ് കളക്ട് ചെയ്തുകൊണ്ട് വരും. അതുപോലെ തന്നെ എന്താണ് അവിടെ പ്രോട്ടീൻ സിന്തസൈസ് നടക്കുന്ന സ്ഥലം എവിടെയാണ്, നമ്മുടെ ട്രാൻസ്ലേഷനകത്താണ്. അപ്പൊ അതാണ് ഇവിടെ എന്ത് ചെയ്തത്, മൂന്നാമത്തെ എന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതണ്ടേ. അപ്പം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താണ് mRNA എന്ന് പറഞ്ഞാൽ DNA ജനിതക വിവരങ്ങളാണെന്നുണ്ടെങ്കിൽ കോഡോണുകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ കോഡ്സിന്റെ എഴുതി വെച്ചാലും മതി, കോഡ്സിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ മെസ്സേജസിന്റെ രൂപത്തിൽ എന്താണ് ന്യൂക്ലിയസിൽ നിന്ന് റൈബോസോമിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ കോഡുകൾക്കനുസരിച്ച് എന്താണ് കോശദ്രവ്യത്തിലെ അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നതാണ് TRNA. നമ്മുടെ അമിനോ ആസിഡിനെ റൈബോസോമിലേക്ക് എത്തുന്നതാണ് TRNA. ദെൻ RRNA എന്താണ്, RRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈബോസോമുകളുടെ എന്താണ് മുകളിൽ റൈബോസോമുകളുടെ പ്രധാന ഘടകമാണ്. അപ്പം അതേപോലെ തന്നെ എന്താണ് അമിനോ ആസിഡുകളെ തമ്മിൽ ബോണ്ട് രൂപീകരിച്ച് അവിടെ എന്തുണ്ടാക്കുന്നു, പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആരാണ്, നമ്മുടെ ഈ RRNA, നമ്മുടെ ഷെഫാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ജസ്റ്റ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടൈഗറിന്റെ ഒക്കെ പിക്ചർ വെച്ചിട്ട് നമുക്ക് അതിനകത്ത് ചില കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ നോക്കിക്കേ, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ഇൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്ന ഹെഡിങ് കൊടുത്തത്. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു പിക്ചർ വന്നിട്ടുണ്ട്, അതിനകത്താണെന്നുണ്ടെങ്കിൽ സിമിലാരിറ്റീസ് ഒക്കെ നോക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതിനൊക്കെ കാണാൻ ഏകദേശം സിമിലർ ആണ് അല്ലെ, ഏകദേശം കാണുമ്പോഴൊക്കെ സിമിലറാ. ഇത് ഈ പൂച്ചേനും അതുപോലെ തന്നെ ലയണിനെയാണോ കാണാൻ സിമിലർ, അതുപോലെ തന്നെ നമ്മുടെ സിംഹത്തിനെയും അതുപോലെ തന്നെ ഡോഗ്സിനെയും കാണാനാണോ നമുക്ക് സിമിലർ? ഏറ്റവും നമുക്ക് അടുത്തിരിക്കുന്ന ഫാമിലി എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും കേട്ടോ. എങ്ങനെയാ നിങ്ങൾക്ക് അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള കിങ്ഡംസ് അതൊക്കെ നിങ്ങൾ പഠിച്ചോളാം. ഓക്കെ, എനിക്കൊന്നും നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവാം, കിങ്ഡംസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, 5 കിങ്ഡം. ഓക്കെ, ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, +1 നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾ ബയോളജി എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 +2 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും, അത് പഠിച്ചോളാം കേട്ടോ. ഓക്കെ, ദെൻ അപ്പൊ ഇവിടെ തന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡോഗ്സ് ഉണ്ട്, അതുപോലെ ഇവിടെ എന്തുണ്ട്, ക്യാറ്റ്സ് ഉണ്ട്. ക്യാറ്റ്സും ലയൺസും ആയിരിക്കും കൂടുതൽ സാമ്യം. നമുക്ക് മുഖം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ, ഇത് രണ്ടും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ ഇത് കാണുമ്പോൾ ഇത് ചെറുത് കുട്ടിയാണ്, ആ ചെറിയ കുട്ടീനെ കാണുമ്പോൾ തന്നെ ഒരു പൂച്ചയുടെ ലുക്കില്ലേ, പൂച്ചനെ പോലെ, ഏകദേശം പൂച്ചേനെ പോലെ, അധികം ഇത് പട്ടിക്കുട്ടീനെ പോലെയാണ്, പൂച്ചേനെ പോലെയല്ലേ കൂടുതൽ സാമ്യം. എന്നാൽ ഏറ്റവും കൂടുതൽ സാമ്യം ലയണാണ്, ഇത് ലയൺ തന്നെയാണ്. ലയണിനാണ് വെച്ച് നോക്കുമ്പോൾ ലയൺ അല്ലാതെ നമ്മൾ കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ പൂച്ചയായിട്ടാണ് കൂടുതൽ ഒരു സാമ്യമുള്ളത്. പിന്നെ ഇവിടെ ഡോഗ്സ് ആണ്. ഓക്കെ, ദെൻ
അപ്പൊ ഈ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ഇൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സം ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേരന്റ് ആർ ഓൾസോ ഫൗണ്ട് ഇൻ ദെയർ ചിൽഡ്രൻ. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എല്ലായിടത്തും ചില അച്ഛനമ്മമാരുടെ അതേ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ത് വരാം പിള്ളേർക്ക് കിട്ടും. അപ്പം അത് മാത്രമല്ല, ചിലപ്പോൾ എന്താ ഉണ്ടാവുന്നുള്ള വേരിയേഷൻസും ഉണ്ട് കേട്ടോ. ഓക്കെ, isn't common to see certain character in the children which differ from the parent. അതാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹെറിഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫർ ടു ദ എന്താണ് ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പേരന്റ് ടു ദ ഓസ്പ്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാരിൽ നിന്ന് നമുക്ക് പാരമ്പര്യമായി കിട്ടുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ അതിനാണ് എന്തെന്ന് പറഞ്ഞാൽ ഹെറിഡിറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, പാരമ്പര്യം എന്ന് പറയുന്നത്. ദ വേരിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ദ ക്യാരക്ടർ എക്സ്പ്രസ്ഡ് ഇൻ ദ ഓസ്പ്രിങ് ദാറ്റ് ആർ ഡിഫറെന്റ് ഫ്രം ദയർ പേരന്റ്. പേരന്റിൽ നിന്ന്, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടറിസ്റ്റിക്, നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളാണ് എന്തെന്ന് പറയുന്നത് വേരിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, the gene inherited from the parent are responsible for the both hereditary and variation. വേരിയേഷനും അതുപോലെ ഹെറിഡിറ്ററിക്കും കാരണമാവുന്നത് നമ്മുടെ ജീനുകളാണ്. ഓക്കെ, നമ്മുടെ ജീനുകളാണ്. ഓക്കെ, പാരന്റ്സിൽ നിന്ന് കിട്ടിയ ജീൻസിനാണ് കാരണം എന്നാണ്. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് അടുത്ത ക്ലാസ്സിനകത്ത് ജെനറ്റിക്സ് ഇൻ ഗാർഡൻ എന്നുള്ള രീതിയിലുള്ള മൂന്നാമത്തെ പാഠമുണ്ട്. അപ്പൊ മൂന്നാമത്തെ പാഠത്തിനകത്താണ് നമ്മൾ വരുന്നത്. അപ്പം ആ വീഡിയോ നിങ്ങൾ കാണും. ഓക്കെ, അപ്പൊ നമുക്ക് മലയാളം മീഡിയത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പൊ എന്താണ് സ്വഭാവ സവിശേഷതകൾ, സാമ്യ വ്യത്യാസം. ഓക്കെ, മാതാപിതാക്കളുടെ എന്താണ് സവിശേഷതകൾ സന്താനത്തിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം. നമ്മൾ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല? അത് ആ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നതാണ്, സന്താനങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദെൻ ക്വാളിറ്റി ആണ് കേട്ടോ. ദെൻ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സന്താനങ്ങൾ പ്രകടമാക്കുന്ന സവിശേഷതയാണ് എന്താ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻ എന്ന് പറയുന്നത്. മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജീനുകളാണ് പാരമ്പര്യത്തിനും വ്യതിയാനത്തിനും കാരണമാകുന്നത്. ഓക്കെ, ഇത് എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നത്. ഓക്കെ, ഇത്രയാണ് കാര്യങ്ങളുള്ളൂ. ഇപ്പം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾ ഇതുമായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് നിന്ന് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. നോട്ട്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് തേർഡ് പാർട്ട് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പം ഇനി എല്ലാ ദിവസവും തന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ സഹകരിക്കണം, അപ്പം സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വാട്സപ്പിനകത്തൊക്കെ നിങ്ങൾ ചോദിക്കാം. ഒന്ന് പേഴ്സണൽ ആയിട്ട് ചോദിച്ചാലും മതി, അതുപോലെ ഗ്രൂപ്പിനകത്തും ചോദിക്കും. ഗ്രൂപ്പിനകത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തായിട്ട് ചിലർ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവിടെയുള്ള ഗ്രൂപ്പിനകത്തുള്ള ആളുകൾ തന്നെ ചിലപ്പം ആൻസർ പറയും. ചിലപ്പോൾ ഞാൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആളുകൾ അവിടെ ആൻസർ ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പം ഗ്രൂപ്പിനകത്ത് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആയിട്ട് ചോദിക്കുമ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്യും. ചിലപ്പം ഒരു ഏകദേശം എനിക്ക് ഒരു ദിവസം തന്നെ 10 കൂടുതലൊക്കെ മെസ്സേജസ് വരാറുണ്ട് അതിൽ തന്നെ. അപ്പം എനിക്ക് എനിക്ക് എല്ലാ ടൈമും ഇല്ല, ഫുൾ ആയിട്ട് ഞാൻ ഫ്രീ അല്ല. അപ്പം ടൈം അനുസരിച്ചാണ് ഞാൻ അത് എന്ത് ചെയ്യുന്നത് സ്ലോട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത്. ചിലപ്പോൾ ഒരു ദിവസം ഇട്ടില്ലെങ്കിൽ ചിലപ്പം പിറ്റേ ദിവസം നോക്കുമ്പോൾ 20 ഒക്കെ കിട്ടും. 20, 30 ഒക്കെ ആയിട്ട് മെസ്സേജ് ചിലപ്പോൾ കിടന്നു വരും. അപ്പൊ വരുമ്പോൾ ഇച്ചിരി കൂടി പ്രഷറാണ്. എനിക്ക് ഇച്ചിരി കൂടി ഇതെല്ലാം ചെയ്ത് തീർക്കണമല്ലോ. അപ്പൊ സ്ലോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. സോ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിനകത്ത് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്ത് റിപ്ലൈ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സി യു, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം.